ഹായ് ഫ്രണ്ട്സ്, PSC വിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ലോക തണ്ണീർത്തട ദിന പ്രമേയം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു എന്നതാണ് 2026 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25% നിന്ന് എത്ര ശതമാനമാക്കിയാണ് കുറച്ചത്? 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25% നിന്ന് 18% കുറച്ചത്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹം പദ്ധതിയാണ് കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. 2026 പത്മ അവാർഡുകൾ എത്ര പേർക്ക് ലഭിച്ചു? 131 പേർക്കാണ് 2026 പത്മ അവാർഡുകൾ ലഭിച്ചത്. 2026 പത്മ അവാർഡുകളിൽ എത്ര പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു? 5 പേർക്കാണ് 2026 പത്മ അവാർഡുകളിൽ പത്മവിഭൂഷൺ ലഭിച്ചത്. 2026 പത്മ അവാർഡുകളിൽ എത്ര പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു? 13 പേർക്കാണ് 2026 പത്മ അവാർഡുകളിൽ പത്മഭൂഷൺ ലഭിച്ചത്. 2026 പത്മ അവാർഡുകളിൽ എത്ര വ്യക്തികൾക്ക് പത്മശ്രീ ലഭിച്ചു? 113 പേർക്കാണ് 2026 പത്മ അവാർഡുകളിൽ പത്മശ്രീ ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ് 2026 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രി. 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റ് ആരാണ്? N രാജമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റ്. പൊതുരംഗത്തിലെ സംഭാവനകൾക്ക് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളി. വെള്ളാപ്പള്ളി നടേശനാണ് പൊതുരംഗത്തിലെ സംഭാവനകൾക്ക് 2026 പത്മഭൂഷൺ ലഭിച്ചത്. കലയ്ക്കുള്ള സംഭാവനകൾക്ക് 2026 പത്മഭൂഷൺ ലഭിച്ചത് മലയാളത്തിലെ ഏത് വ്യക്തിക്കാണ്? മമ്മൂട്ടിയാണ് കലയ്ക്കുള്ള സംഭാവനകൾക്ക് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളി. കലാരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മശ്രീ ലഭിച്ച മലയാളി. കലാമണ്ഡലം വിമല മേനോനാണ് കലാരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മശ്രീ ലഭിച്ച മലയാളി. ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ് രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി? മമതാ ബാനർജിയാണ് ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന
സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്? മലയിൻകീഴ് ഗോപാലകൃഷ്ണനാണ് മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ ആരാണ്? SP വെങ്കിടേഷാണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ. 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? കാർലോസ് അൽക്കാരാസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്